എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുടെ എല്ലാം കിഴിക്കാത്തിൻ്റെ കീഴിലേക്ക് പോവാം. മച്ചാനെ, മത്സരത്തിൽ നിനക്ക് ആ പഴയ വീറും വാശിയും ഇല്ല എന്നുള്ളൊരു ആക്ഷേപമുണ്ട്. ആര് പറഞ്ഞു? അത് മാറ്റണം. ഇത് ഈ ആക്ഷേപിക്കുന്ന ആളുടെ പേരൊന്നും എനിക്ക് പറഞ്ഞു തരൂ. ഒന്ന് പറഞ്ഞോണ്ട്. റഫീഖ് യൂറ്റി. എനിക്കറിയാം, വേറെ ആരും ആക്ഷേപിക്കൂല. സത്യമായിട്ട് എനിക്കറിയുന്ന കാര്യം. എനിക്കറിയായിരുന്നു ഈ കള്ള പന്നി തന്നെയാണ് ഈ ആക്ഷേപം കൊണ്ട് വരുന്നത്. സത്യമായിട്ടും അത് നിനക്ക് വലിയ ഒരു കാര്യമായിട്ട് എടുക്കുന്നില്ലേ? തീർച്ചയായിട്ടും. പക്ഷെ എന്താണെന്നറിയോ, പിന്നെ കരച്ചില് കാണണം, പിഴിച്ചില് കാണണം, ഇതൊന്നും വയ്യ എനിക്ക്. അതായത് നിന്റെ ജയം കാണാനല്ല ഇവിടെ ആരും ഇരിക്കുന്നത്, എന്റെ കരച്ചില് കാണാനാണ്. അങ്ങനെ ചെയ്യണം. എന്റെ കണ്ണിലെ കണ്ണീരാണ് അവിടെ ഇവരുടെ സന്തോഷം, അല്ല നിന്റെ ചിരിയല്ല. ഓക്കെ, അപ്പോൾ ആ ഒരു വൈബ് വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കീഴ് എപ്പിസോഡിന്റെ ആ ഒരു പഞ്ച് പോകും. പക്ഷെ എന്താണെന്നറിയോ, അല്ല അപ്ഡേറ്റ്സ് കിട്ടാനാണെങ്കിൽ പല ചാനൽ വേറെ ഉണ്ടല്ലോ. കൊള്ളാലോ. അല്ല കുഴപ്പമൊന്നുമില്ല. ഇന്നലെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ. ആൾ പറഞ്ഞതാണ്, അതായത് നിങ്ങളുടെ വൈബും നിങ്ങളുടെ രസകരമായ ചളികളും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇത് കാണാനാണ് ഞാൻ ഇരിക്കുന്നത്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. പക്ഷെ ഒരുപാട് പേര് അതേ എതിരും ഉണ്ടെന്നേ. അതെന്തറിയോ, കണ്ട് ശീലിച്ച് അവരെ ഫാനാക്കണം. ഏത് അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഓടിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഓടിച്ചിട്ട് പിടിക്കാൻ പറ്റില്ല. കേറി വാടാ മക്കളെ. ഓക്കെ, എന്തായാലും ഇന്നത്തെ മത്സരത്തിന്റെ അജണ്ട എന്താണ്? മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ്. ഓക്കെ, ആണല്ലോ, ടൈലാണല്ലോ. എടുത്തോടാ കുട്ടാ. ഞാനും ഒരുങ്ങി തന്നെയാണ് കരയാൻ, അല്ല ജയിക്കാൻ. ജയിച്ചാലും നമ്മൾ കരയാലോ. ഫസ്റ്റ് കിഴി രായൻ. സിനിമയുടെ ഫസ്റ്റ് സിംഗിള് മെയ് 9 പുറത്തു വരുന്നുണ്ട്. ഓക്കെ, ജൂൺ മാസം റിലീസായിട്ട് സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഹലോ, വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക, അപ്പോൾ വിളിക്കാം. ഓക്കെ, തെരു വിളിക്കാനാ നമ്മളതിനിപ്പോൾ. എൻ്റെ ഫ്ലോ ഞാൻ കളഞ്ഞു, ആവേശത്തോടെ വന്നായിരുന്നു. ആ ജൂൺ റിലീസായിട്ട് സിനിമ എത്തുമെന്നാണ് കേൾക്കുന്നത്. ഇന്ത്യൻ 2 മാറ്റിയപ്പം പല ആൾക്കാരും തലപൊക്കി പുറത്ത് വന്നിട്ടുണ്ട്. അതെ, ഇന്ത്യൻ 2 മാറ്റി മെയിലേക്കാക്കി. അപ്പോൾ രായൻ മുന്നോട്ട് കയറി വന്നിട്ടുണ്ട്. ധനുഷ് ഇന്ത്യൻ 2 മാറ്റിയിട്ട് മെയിലേക്ക് ആക്കിയെന്നോ? മെയിലല്ല, ജൂലൈ. മെയ്യാണ് നടന്നോണ്ടിരിക്കുന്നത്. അതെ, എന്തൊരു കഷ്ടമാണത്. ഓക്കെ, ഇപ്പൊ തന്നെ പേടിച്ച് കയ്യും കാലൊക്കെ മുട്ടൊക്കെ കൂട്ടിയിരിക്കൽ തുടങ്ങിയിട്ടുണ്ട്. എന്നാ നീ പേടിക്കണ്ട. പറഞ്ഞോ. പേടിക്കരുത്. പറയട്ടെ. L360 ലാലേട്ടൻ്റെ 360ാമത്തെ ചിത്രം തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന സിനിമ. സിനിമയുടെ ലൊക്കേഷൻ സ്റ്റിൽ വന്നിട്ടുണ്ട്. പേടിച്ചോ നീ? അങ്ങനെ നിൽക്കാതെ അടുത്ത കീഴെടുക്കും. ഞാനാ മുന്നിൽ നിൽക്കുന്നത്. അതേതോ അതെപ്പോ ലാലേട്ടനും ധനുഷും. അങ്ങനെ തഗ് ലൈഫ്, എ ന്യൂ തഗ് ലൈഫ്, എ ന്യൂ തഗ് ഇൻ ടൗൺ. കണ്ടില്ലായിരുന്നോ? കണ്ടായിരുന്നു. എന്താണെങ്കിലും മെയ് 9 എ ന്യൂ തഗ് ഇൻ ടൗൺ വീഡിയോ എത്തുന്നുണ്ട്. വീഡിയോ ആയിരിക്കും, അത് പോസ്റ്റർ ആയിരിക്കുമോ ഒന്നും അറിയില്ല. അതായത് നമ്മുടെ സിംബുല്ലേ, സിംബു ഇതിൽ ഒരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ആളായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്, എന്നിട്ട് ആളെ മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർ അനൗൺസ് ചെയ്തിരുന്നത് ജയം രവി ഇതിലൊരു പ്രധാന വേഷം, പിന്നെ നമ്മുടെ ദുൽഖർ സൽമാൻ ഒരു മുഖ്യ വേഷം. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കിഴി എപ്പിസോഡിൽ. അതായത് ദുൽഖർ പിന്മാറി എന്ന് പറഞ്ഞപ്പോൾ അതുവരെ ഞങ്ങളത് സസ്പെൻസ് ആക്കി ഞങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുകയായിരുന്നു. കഷ്ടപ്പെട്ട് ഇന്നസെന്റിനെ പോലെ ഉള്ളിൽ ഒതുക്കി നടക്കുകയായിരുന്നു. അതായത് ദുൽഖർ അതിൽ കമൽഹാസൻ്റെ മകൻ്റെ വേഷമാണ് ചെയ്യുന്നതെന്നുള്ളത് അത് നമ്മൾ ആൾ പിന്മാറിയപ്പോൾ പറഞ്ഞു. ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം നമ്മുടെ സിംബു ഇതിൽ കമൽഹാസൻ്റെ മകനായിട്ടാണ്. ഓക്കെ, നിന്റെ കിഴി വലുതാക്കാൻ ഞാൻ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ആലോചിക്കുന്നത്. ഞാൻ പറഞ്ഞാലോ എന്തിനാ എത്ര ബുദ്ധിമുട്ടിയത്? അളിയാ, മച്ചാൻ്റെ മാലാക കൊള്ളാം. ഈ ടീമിനോട് ഒരു ചോദ്യമുള്ളൂ ചോദിക്കാനുള്ളത്. നിങ്ങൾ പോസ്റ്റർ അടിച്ചിറക്കുമ്പോൾ ഇതിന് വേറെ ഏതെങ്കിലും പോസ്റ്ററുമായിട്ട് സാമ്യം ഉണ്ടോ എന്ന് ചിലപ്പോൾ, അതായത് കുറച്ച് മുൻപൊക്കെ ഇറങ്ങിയത് ചിലപ്പോൾ അറിയാതെയൊക്കെ സംഭവിക്കാം, നമുക്ക് അറിയാൻ പറ്റില്ല. അത് സിനിമ തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സിനിമ, ആ സിനിമയുടെ പോസ്റ്റർ അപ്പാടി അതേപടി അടിച്ചിറക്കിയിരിക്കുകയാണ്. കണ്ടില്ലായിരുന്നു, പോസ്റ്റർ കണ്ടില്ലായിരുന്നു. ഇനി ഏതാ ഈ സിനിമ എന്നുള്ളത് പറയണ്ടല്ലോ. എന്തായാലും സിനിമ റിലീസിനെത്തുന്നു. ആദ്യം നമ്മൾ സംശയിച്ചു,
ഇത് തന്നെയാണോ? ഇനി പവി കെയർ ടേക്കർ കൊണ്ടുപോയിട്ട് 14-ാം തീയതി ഉണ്ടോ? ജൂണിലാണ് സിനിമ റിലീസിന് എത്തുന്നത് കേട്ടോ. ജൂൺ 14 കേട്ടോ. ജൂൺ 14. ഇപ്പൊ 2-ായി. അതെ. ഗുറും നമ്മുടെ സൗബിനാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. നായികയായിട്ട് നമിത, ധ്യാൻ ശ്രീനിവാസനുണ്ട്. അടുത്തത് ലോക്ക്ഡൗൺ. അനുപമ പരമേശ്വരൻ പ്രധാന കഥാപാത്രമായിട്ട് എത്തുന്ന സിനിമയാണ്. സിനിമയുടെ ഫസ്റ്റ് ലുക്കും ടൈറ്റിൽ അനൗൺസ്മെന്റുമാണ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നത്. ലൈക്ക പ്രൊഡക്ഷൻസ് ആണ് സിനിമ നിൽക്കുന്നത്. വലുതാക്കല്ലേ ചെറുതായിട്ട് ഇത് നീ പറഞ്ഞ അഹങ്കരിക്കുന്നതിനേക്കാൾ എനിക്ക് തോന്നി, ഞാൻ ഇട്ടതാ. ഓക്കെ, അടുത്ത കിഴി ആവേശം. എന്താണ് ആവേശം സിനിമ 150 കോടി നേടിയിരിക്കുന്നു. ഇത്രേ ഉള്ളൂ. സിനിമ 9-ാം തീയതി ആമസോൺ പ്രൈമിൽ OTT വരും കേട്ടോ. കൺഫേമായി. അടുത്തത് ഒന്നും കൂടി മാർക്കോ സിനിമയുടെ ഹിന്ദി ഡബ്ബിംഗ് വിറ്റുപോയിരിക്കുന്നത് 5 കോടി കേട്ടോ. മലയാളത്തിൽ ഏറ്റവും കൂടുതലാണ്, ഏറ്റവും ബിഗ് ആണെന്നാണ് പറയുന്നത്. 50% തിയേറ്റർ പ്രോഫിറ്റും കൂടി ഉണ്ട് കേട്ടോ അതിന്റെ ഷെയർ അല്ലേ? യെസ്. ഓക്കെ, അടുത്ത കിഴി ദുൽഖർ സൽമാൻ. ദുൽഖറിന്റെ നെക്സ്റ്റ് തെലുങ്ക് മൂവി വരാൻ പോകുന്നു. ആളവിടെ കൂടിയും തോന്നുന്നു കേട്ടോ. നന്നാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഇപ്പം നന്നാവും തോന്നുന്നില്ല, കാരണം ഞങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ട് ബ്രോ. മമ്മൂട്ടിയൊക്കെ വിട്ടു അവൻ എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് പറഞ്ഞേക്കാം. അല്ലേ, വാപ്പ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല, പിന്നെ നമ്മൾ പറഞ്ഞിട്ട് അല്ലേ തിരിച്ചു വരൂ ഉണ്ണി, മലയാളത്തിലേക്ക് തിരിച്ചു വരൂ. എന്താ അയാളുടെ അവസ്ഥ ഞാൻ അങ്ങനെ ആലോചിച്ചു കേട്ടോ. ഇത്രയും ഒരു ഇതുള്ള ഒരാള് പോയിട്ട് നമ്മളിത് പറഞ്ഞതാണ് ഒരു വട്ടം, എന്നാലും പറയാണ്. ഇപ്പോൾ സീതാരാമാണ് എല്ലായിടത്തും ഭയങ്കരമായിട്ട് പോസിറ്റിവിറ്റിയ ഒരു സിനിമ. അതെ, എല്ലായിടത്തും ഹിറ്റുമാണ്. എന്നിട്ടത് 100 കോടി എത്തിയിട്ടില്ല. ആ സിനിമ ഇപ്പോൾ ഇവിടെ വന്ന് മലയാള സിനിമക്കാണ് അങ്ങനെ പോസിറ്റീവ് വരുന്നതെങ്കിൽ 150-ന്റെ മുകളിൽ ഉറപ്പായിട്ടും. ആളെ എനിക്കൊന്നും ചിന്തിക്കുന്നില്ല എന്ന് തോന്നുന്നു. എന്താ ചെയ്യുന്നതെന്ന് അറിഞ്ഞൂടാ. എന്താണെങ്കിലും വളരെ മോശമായിട്ടുള്ള തീരുമാനങ്ങളാണ്. എന്തായാലും പരശുരാം എന്ന ഒരു സംവിധായകനുണ്ട്. പരശുരാം ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ ദ ഫാമിലി സ്റ്റാർ എന്ന ഒരു ബോംബ് സിനിമ ഉണ്ടായിരുന്നു, അതിൻ്റെ ഡയറക്ടറാണ്. ആളുടെ അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നതാണ് കേൾക്കുന്നത് കേട്ടോ. ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ ഒക്കെ ആയിട്ട് ഇതിൻ്റെ ഷൂട്ട് തുടങ്ങുന്നതാണ്, ലക്കി ഭാസ്കറിന് ശേഷം. ഓക്കെ, അടുത്തത് ഇന്ത്യൻ 2. തഗ് ലൈഫും കൊണ്ടുപോയി, ഇന്ത്യൻ 2 കൊണ്ടുപോയി. സിനിമ ജൂൺ 13-നായിരുന്നു റിലീസിന് പ്ലാൻ ചെയ്തിരുന്നത്. അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇപ്പം ജൂലൈ 18-ലേക്ക് നോക്കുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത് കേട്ടോ. ഞാനേ തുടക്കത്തിൽ വെറുതെ പറഞ്ഞതാണ്, എന്ത് എന്റെ കരച്ചിൽ കാണാനാണ് അവരിക്കുന്നത്. അത് നീ പേഴ്സണലായിട്ട് വളരെ സീരിയസ് ആയിട്ട് എടുക്കരുത്. ഞാൻ എന്ത് പറഞ്ഞാലും ഞാൻ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒതുങ്ങിയിരിക്കുമ്പോൾ ഇവൻ തന്നെ വന്നിട്ട് പിന്നെ നമ്മളിങ്ങനെ കുത്തി വീണ്ടും നമ്മളെ മൃഗമാക്കി മാറ്റുന്ന അത് നിനക്ക് ക്ഷീണം ചെയ്യും. നിന്നെ ഞാൻ മൃഗമാക്കുന്നില്ല, കാരണം അത് മൃഗങ്ങൾക്ക് അപമാനമായിരിക്കും. ഓക്കെ, അടുത്ത കീഴ് തങ്കലാൻ സിനിമയുടെ റിലീസ് ഡേറ്റ് തലപൊക്കി തുടങ്ങിയിരിക്കുന്നു. ജൂണിലേക്ക് സാധ്യത പറയുന്നു ഇവർ. സംഭവം നമ്മുടെ ഇന്ത്യൻ 2 മാറ്റും എന്നുള്ളത് കേട്ടപ്പോഴേ ഇന്ത്യൻ 2 മാറ്റും എന്ന് പറഞ്ഞപ്പോഴാണ് പല ആൾക്കാരും. അതെ, ഇപ്പൊ രായൻ അങ്ങനെയാണ്. അതെ, അടുത്തത് വലുതെടുക്കട്ടെ, എടുത്തു വെച്ചോ, വലുത് തന്നെ കിട്ടട്ടെ. ഗോഡ്സില്ല കോങ് സിനിമയുടെ സിനിമയുടെ OTT റിലീസ് മെയ് 13-ന് പ്രൈം വീഡിയോയിൽ. ഹിന്ദി, തമിഴ്, തെലുങ്കു, ഇംഗ്ലീഷ് 4 ഭാഷകളും എത്തുന്നതായിരിക്കും. മുണ്ടാട്ടം മുട്ടിപ്പോയിലോ. ദിലീപ് 150 സിനിമ റിലീസ് ഡേറ്റ് പ്ലാൻ ചെയ്യുന്നത് എന്നാ കടാ സെപ്റ്റംബറിലല്ലേ? സെപ്റ്റംബറിലേക്ക്. അതായത് നമ്മുടെ ബാരോസ് ഒക്കെ അല്ലേ, അതിൻ്റെയൊക്കെ കൂടെ ഓണം റിലീസായിട്ട് പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ് കേൾക്കുന്നത്. ലിസ്റ്റിൻ സീഫനാണ് സിനിമ സംവിധാനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സാരിഷ് മുഹമ്മദാണ് സ്ക്രിപ്റ്റ്. സാരിഷ് മുഹമ്മദ് എന്തോ ആളുടെ അക്കൗണ്ട് എന്തോ ഡീആക്ടിവേറ്റ് ചെയ്യുന്നതൊക്കെ കേൾക്കുന്നത്. എങ്ങനെ ഒരു സ്വസ്ഥത ഉണ്ടാവില്ല, ചിലപ്പോൾ സ്വന്തമായിട്ട് എഴുതണ്ടേ? ഇതിലെന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ സ്വന്തമായിട്ട് എഴുതുന്ന അതിലെ അഭിമാനിക്കാനുള്ള വകയുള്ളൂ, അത്ര നമുക്ക് പറയാം. തീർച്ചയായിട്ടും. അടുത്തത് സ്റ്റാർ സിനിമയുടെ
സെൻസറിങ് കഴിഞ്ഞു, യു സർട്ടിഫിക്കറ്റ്. വാവ്. മെയ് 10 സിനിമ റിലീസിനെത്തുന്നത്. കവിൻ. യെസ്, കവിൻ നായകനായിട്ടെത്തുന്ന സിനിമ. ഓക്കെ. ടർബോ. ടർബോക്ക് കട്ടി വേണമെന്നുള്ളത് ഇന്നലെ ഇവൻ എന്നെ പഠിപ്പിച്ചാണ്, തീർച്ചയായും. ഇന്നലത്തെ കിഴി എപ്പിസോഡിൽ. അതുകൊണ്ട് കട്ടി കൂട്ടിയതാണ്. കരച്ചിൽ തുടരും. ടർബോ സിനിമയുടെ ഒഫീഷ്യൽ ട്രailer വരാൻ പോകുന്നു എന്നാണെന്ന് അറിഞ്ഞുകൂടാ. ഇത് സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 2 മിനിറ്റും 14 സെക്കൻഡുമാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ. യെസ്, നല്ല മര്യാദയ്ക്ക് ഒരു മത്സരവും ഇല്ലാണ്ട് പോവായിരുന്നു. അപ്പോൾ അവന് സ്വന്തം ഇരുന്ന് കരയണം. അതിന് വേണ്ടിയിട്ട് ഓരോന്നും ഉണ്ടാക്കിക്കൊണ്ട് വരുന്നു. എനിക്ക് കിഴി വിജയിക്കണം. ഇതിൽ കിഴിയെടുത്ത് വലുത് കിട്ടുന്നു എന്നുള്ളതല്ല എൻ്റെ കിഴി വിജയം. മനസ്സിലായി. ന്യായീകരിക്കാൻ ഈ കിഴി വീഡിയോ ആയിട്ട് ഇടുമ്പോൾ ആ കിഴി എപ്പിസോഡ് വിജയിക്കണം. അതിന് ഞാൻ എൻ്റെ കണ്ടന്റ് കൊടുക്കും, കണ്ണുനീരും കൊടുക്കും. നീ കണ്ടന്റ് കൊടുത്തോ? നീ എന്തിനാണ് കണ്ണുനീര് കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ട്? അപ്പൊ എന്തായാലും ഞങ്ങൾ പോവുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ.